തിരിച്ചെത്തുന്നു. തൃശൂർ ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്ന് വൻ ശബ്ദം, കെട്ടിടങ്ങൾക്ക് വിള്ളൽ സംഭവിച്ചു. പള്ളിയിൽ പ്രയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഈ സംഭവം. ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു തേങ്ങ വീഴുന്നൊരു ശബ്ദത്തിലുള്ളൊരു ശബ്ദം നമ്മൾ കേട്ടത്. അപ്പോൾ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ ചുമരിൻ്റെ മേലെ നിന്ന് ഭിത്തികളൊക്കെ അടർന്ന് മണ്ണ് താഴേക്ക് എടുക്കുന്ന ഒരു ഇതാണ് കണ്ടത്. എൻ്റെ തൊട്ട് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ വരുമ്പോൾ ഒരു 3:15 അവർ വന്ന് മറ്റുള്ള ബിൽഡിങ്ങുകൾക്കോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് നോക്കിയപ്പോഴാണ് സംഭവങ്ങളൊക്കെ അവർക്കും ബാധിച്ചിട്ടുണ്ട്. പിന്നെ TV വർക്ക് ചെയ്തുകൊണ്ടിരുന്ന TV ഇത് മൊത്തം അടിച്ചു പോയി. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു ഉൾഭയത്തിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ. ഇവിടെ SLC സാർ, വില്ലേജ് ഓഫീസർ, മുനിസിപ്പാലിറ്റി ചെയർമാൻമാർ ഇവരെല്ലാവരും സ്ഥലം സന്ദർശിച്ചു. അനീഷ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. അനീഷ്, ഇത്തരം സംഭവങ്ങൾ വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളിൽ. ഇതെങ്ങനെയാണ് ഈ പുതിയ സംഭവം? തീർച്ചയായും ഫിജി, ഈ ചാവക്കാട് തിരുവത്രയിലെ പുതിയ സംഭവം അവിടെ താമസിക്കുന്നവർക്ക് കടുത്ത ഭീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭൂമിക്കടിയിൽ നിന്നും വലിയൊരു ശബ്ദമുണ്ടാവുകയായിരുന്നെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. തിരുവത്ര പുതിയറ പള്ളിക്ക് പുറകിലെ RC ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ താഴത്ത് സലാം ക്വാർട്ടേഴ്സ്, തൊട്ടടുത്തുള്ള ഒരു ഇരുനില വീട്, ഈ 3 കെട്ടിടങ്ങൾക്കുമാണ് ഇത്തരത്തിലുള്ള ഈ ശബ്ദവും തുടർന്നുണ്ടായ പ്രകമ്പനം മൂലമുണ്ടായി ബാധിച്ചത്. ഈ ക്വാർട്ടേഴ്സിലെ പല വീടുകൾക്കുള്ളിലെ ചുമരുകളിലും വിള്ളൽ സംഭവിച്ചു. എന്തായാലും ഈ 2 ക്വാർട്ടേഴ്സുകളിലുമായി ഏകദേശം കുട്ടികളും മുതിർന്നവരും അടക്കം 50ഓളം പേര് താമസിക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായതോടുകൂടി ഇവർ കടുത്ത ഭീതിയിലാണ്. നേരത്തെ അനുഭവസ്ഥ സൂചിപ്പിച്ചതുപോലെ കടുത്ത ഭീതിയിലാണ് ഇവർ ഇപ്പോഴും കഴിയുന്നത്. ഈ സംഭവത്തെ തുടർന്ന് തഹസിൽദാർ, അതുപോലെ തന്നെ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ, അതുപോലെ വൈസ് ചെയർമാൻ, റവന്യൂ അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ എത്തി വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നവർക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികൃതരുമായി വിഷയം സംസാരിക്കാം, അവർ അവിടെ എത്തി പരിശോധന നടത്താമെന്നുള്ള രീതിയിലുള്ള ഉറപ്പെല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി ഇവർ കടുത്ത ഭീതിയിലാണ് ഇവിടെ കഴിയുന്നത്. എന്തായാലും ഒരൊറ്റ തവണ മാത്രമാണ് ഇത്തരത്തിലൊരു വലിയ ശബ്ദം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ഈ ശബ്ദം വന്നതിന് ശേഷമാണ് ഈ പല ക്വാർട്ടേഴ്സ് മുറികളുടെയും ചുമരുകളിൽ വലിയ രീതിയിലുള്ള വിള്ളൽ സംഭവിച്ചത്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു TV താനെ കേടായി എന്നും ഇവർ പറയുന്നു. എന്തായാലും ഭീതിയോടെ കഴിയുന്ന അധികൃതർ ഇടപെട്ട് ഇവർക്കൊരു ആശ്വാസം നൽകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഇവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അധികൃതർ പരിശോധിച്ച് ഇവരോട് വ്യക്തമാക്കും എന്നാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. ഫിജി, ഭിത്തിയിൽ വിള്ളലുണ്ട്. ഈ വീട് വാസയോഗ്യമാണോ, അത് അടർന്നു വിടും എന്ന് മറ്റോ ഭീതിയുണ്ടോ? ഇവർ ഇവിടെ തന്നെയാണോ അതോ മാറി താമസിക്കുകയാണോ? എന്താണ് സ്ഥിതി? മാറി താമസിക്കാൻ തക്ക നിർദ്ദേശമൊന്നും അധികൃതർക്ക് ഇതുവരെയും അധികൃതർ നൽകിയിട്ടില്ല, അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ശബ്ദം കേട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ക്വാർട്ടേഴ്സ് മുറികളിലുള്ള ചുവരുകളിൽ ഇത്തരത്തിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. അത് എത്ര കണ്ട് എന്താണ് അതിന്റെ കാര്യം, ഭൂമിക്കുലുക്കമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇവരുടെ ഭീതി അകറ്റാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എല്ലാം ഈ മുറികളെല്ലാം വാടക കെട്ടിടങ്ങളാണ്. ഇവരെല്ലാവരും ഇവിടെ വിവിധ ക്വാർട്ടേഴ്സുകളായി വാടകയ്ക്ക് താമസിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകാനുള്ള സാഹചര്യം ഒന്നും നിലവിലില്ല. അധികൃതർ അത്തരത്തിലൊരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധന ഒന്നും ഇതുവരെയും നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ചാവക്കാട് തഹസിൽദാർ, അതുപോലെ വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ നഗരസഭ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, അതുപോലെ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള തരത്തിൽ പ്രാഥമിക പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവർ ഇവിടെ തന്നെയാണ് താമസം തുടരുന്നത്. കുട്ടികളും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 50ഓളം പേർ ഈ 2 ക്വാർട്ടേഴ്സുകളിലെ കെട്ടിടങ്ങളിലായി താമസിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ക്വാർട്ടേഴ്സുകൾക്ക് സമീപത്തുള്ള ഒരു ഇരുനില വീട്ടിലും ഈ പ്രകമ്പനം ബാധിച്ചുകൊണ്ട് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഭീതിയോടെ തന്നെയാണ് ഇവർ കഴിയുന്നത്. ഫിജി, ശരി അനീഷ്, ഇതിപ്പോൾ തൃശൂർ ചാവക്കാട് തിരുവത്ര പുതിയറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഭൂമിക്കടിയിൽ നിന്ന് വൻ ശബ്ദം കേട്ടു. അതുമാത്രമല്ല, ഭിത്തിക്ക് ഉൾപ്പെടെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്, കെട്ടിടങ്ങൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അധികൃതർ ഇക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും കൃത്യമായ ഒരു വിവരം അവർക്ക് നൽകിയിട്ടില്ല. എങ്കിലും വലിയ ഭീതിയിലാണ് അവർ.